വചനം നിന്നെ അറിയുന്നുണ്ടോ? ഡസ് ദ വേർഡ് നോ യു? വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് കടന്നു വരുന്നത്. ഒരു വ്യക്തി നമ്മളെ അറിയുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ അവർ തമ്മിൽ വളരെ അടുപ്പം ഉണ്ടായിരിക്കണം. അല്ലെ നമ്മൾ അങ്ങനെ ചോദിക്കത്തില്ല. നല്ലതായിട്ട് അറിയാമോ എന്നുള്ള അർത്ഥം തന്നെയാണ്. ഡസ് ദ വേർഡ് നോ യു? വചനം, ദൈവവചനം നിന്നെ അറിയുന്നുണ്ടോ? നമ്മൾക്ക് ഒത്തിരി വചനം കാണാൻ അറിയാം. ഞാൻ വചനമൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ എപ്പോഴും വചനം കാണാൻ പഠിക്കും. നമുക്ക് ഒത്തിരി വചനം അറിയാം. പക്ഷെ വചനത്തിന് എന്നെ അറിയാൻ സാധിക്കുന്നുണ്ടോ? വചനം എന്നെ അറിയണമെങ്കിൽ അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരണം. വചനമെന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം വാക്യം തുടങ്ങുന്നു, 1-ാം അധ്യായത്തിൻ്റെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അത് വളരെ, ഇതൊക്കെ അബ്സല്യൂട്ട് ട്രൂത്തുകളാണ് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ അബ്സല്യൂട്ട് ട്രൂത്ത് കേൾക്കണമെങ്കിൽ ദൈവാത്മാവ് പ്രവർത്തിക്കണം. അതൊരാഗ്രഹം ഇതിൻ്റെ കൂടെ ഇട്ട് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വചനം അയക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1:1 വളരെ പ്രധാനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ വെളിച്ചം ജീവനാണ്. ജീവൻ തരുന്നത് ദൈവമാണ്. ദൈവം വചനമാണ്. എന്ത് ഭംഗിയായിട്ടാണത് എൻ്റെ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം അത് വ്യക്തമായിട്ടും സംശയം കൂടാത്ത വിധത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം വചനമാണ് എങ്കിൽ ഈ വചനം നിങ്ങളെ അറിയുന്നു എന്ന് ചോദിച്ചാൽ വചനവും ഞാനും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ഇടപെടൽ അതുപോലെ ഉറ്റമുള്ളതായിരിക്കണം, ബന്ധമുള്ളതായിരിക്കണം. ഏത് വചനം? ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു വചനമാണ് നമുക്ക് ഓർമ്മ വരുന്നത് എങ്കിൽ ആ വചനത്തിൽ അവർ ജീവിക്കുന്നവരാണ്. എനിക്ക് കൊട്ടാരക്കര ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ എന്നെ കാണാൻ വരുമ്പം ഒരു പാട്ട് പാടും, രാത്രിയിലുള്ള നിൻ്റെ കരുതലിനും രാവിലെയുള്ള നിൻ്റെ വിശ്വസ്തതയ്ക്കും. അപ്പോൾ അവർ മരിച്ചുപോയി. പക്ഷെ എന്നും ആ ഒരു പാട്ടാണ് എൻ്റെ ഹൃദയത്തിൽ അവരെന്ന പേര് വരുമ്പോൾ, ആ സ്ത്രീയെ ഓർക്കുമ്പോൾ ആദ്യം ആ പാട്ട് വരും. വേറെ പല കൂട്ടുകാരെയും കാണും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും ഓരോ വാക്യം വെച്ച് എനിക്ക് ഓർക്കാനറിയാം. കാരണം ആ വാക്യം അവരുടെ ജീവിതത്തിൽ അത്രമാത്രം ഉപയോഗിക്കുന്നതായിട്ട് കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്ന എൻ്റെ ആത്മാവിന് പറ്റിയ വചനം സങ്കീർത്തനം 23:1 വളരെ സിമ്പിളായിട്ടുള്ളത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഈ വചനം എന്നെ വ്യക്തമായിട്ട് അറിയുന്നു എങ്കിൽ എൻ്റെ ഇടയൻ യഹോവയാണെന്നും എനിക്കൊന്നിനും കുറവില്ല എന്നും എന്നെ അറിയുന്ന ഈ വചനം എന്നോട് പഠിപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വചനം ഒരു വ്യക്തിയായിട്ട് മാറത്തക്ക വിധത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണം. ഏതെങ്കിലും ഒരു വചനം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കത്തില്ല. കാരണം നിർബന്ധമായിട്ടും ദൈവം ഇത് പഠിപ്പിക്കും. ഈ ദൈവത്തെ അറിയാനും ദൈവവചനത്തെ അറിയിപ്പിക്കാനും ദൈവത്തിന് വലിയ ആഗ്രഹമാണ്. കാരണം അത് എക്സ്പോസിങ് ഓർ റിവീലിംഗ് ഹിംസെൽഫ്, കർത്താവിനെ തന്നെ കാണിച്ചു തരുന്നതാണ് വചനങ്ങൾ. ഓരോ വചനത്തിനകത്തും ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ വചനം എന്നെ അറിയുന്നു എന്ന് ചോദിക്കുമ്പം ഈ പുതിയൊരു വ്യക്തി, അതായത് ക്രിസ്തുവിൽ പുതുസൃഷ്ടിയായവർക്ക് ഒരു പുതിയ നേച്ചറുണ്ട്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ക്രൈസ്റ്റ് of Christians are actually Christ spirit. ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ നമ്മളിൽ വസിക്കുന്നു. ആൻഡ് ഇഫ് യു ഡു നോട്ട് നോ who lives in you, you will live like a beggar. അതായത് എന്നിൽ വസിക്കുന്നത് ക്രിസ്തു ആണെന്ന് അറിയുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാന്നുള്ള ഉറച്ച ബോധം എൻ്റെ അന്തരാത്മാവല്ലേ, അകത്തെ മനുഷ്യൻ നന്നായിട്ട് പുഷ്ടി വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സിമ്പിൾ പ്രെയർ, കർത്താവേ എൻ്റെ അകത്തെ മനുഷ്യന് അല്ലെ എൻ്റെ ഇന്നർ മാന്, എന്നിലുള്ള അന്തരാത്മാവിനെ പുഷ്ടി പിടിപ്പിക്കണം. അതിന് ലോകപ്രകാരമായ ഒരു കാര്യവും സാധിക്കത്തില്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, വചനം മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെയായി മാറുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതുണ്ടാകും. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും.
നമ്മൾ എടുക്കുന്ന വചനം 2 കൊരിന്ത്യർ 5:17. 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. ഹീസ് എ ന്യൂ ക്രീച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് എ ന്യൂ ക്രിയേഷൻ എന്നാണ് നമുക്ക് ചിന്തിക്കാം. അപ്പം നമ്മൾ പഴയത് മാറിപ്പോയിട്ട് എല്ലാം ബ്രാൻഡ് ന്യൂ ആക്കുന്ന ഒരു ദൈവം നമുക്കൊരു ന്യൂ ലൈഫ്, ഒരു ന്യൂ നേച്ചർ, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ സ്വഭാവം ഇട്ട് തരുന്നതാണ് 2 കൊരിന്ത്യർ 5:17 പറയുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ ദൈവാത്മാവിനോട് ചേരുമ്പോൾ എന്നിലുള്ള പഴയ ഞാനെന്ന വ്യക്തി മരിച്ചു പോയിരിക്കണം. ക്രമേണ ചിലരുടേത് മരിക്കും, ചിലരുടേത് അവസാനം വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. പക്ഷേ എത്രമാത്രം ജഡത്തിനെ മരിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നുവോ അത്രമാത്രം റിഫ്ലക്ഷൻ ഓഫ് ദ ലിവിങ് ഗോഡ്, അതായത് യേശുവിൻ്റെ തേജസ്സിനെ നമ്മൾ നിൽക്കുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. എന്തിനാണ് ഇതെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ സൃഷ്ടിയായെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശിയാകാനൊക്കത്തുള്ളൂ. യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിക്കോദിമോസിനോട്, സ്വർഗരാജ്യം എങ്ങനെ കിട്ടുമെന്ന് ചോദിക്കാനാണ് നിക്കോദിമോസ് വന്നതെങ്കിലും യേശുക്രിസ്തു പറഞ്ഞത് നീ പുതുതായി ജനിക്കണം. അപ്പോൾ പുതുതായി ഒരാൾ ജനിക്കണം എന്ന് വ്യക്തമായിട്ടും സൃഷ്ടിക്കുന്ന ദൈവം തന്നെ പറഞ്ഞെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം. പുതുതായി നമ്മൾ ജനിക്കുന്നുണ്ടോ? പുതുതായി ജനിച്ച വ്യക്തിയാണോ? വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം ഹൃദയം കൊണ്ട് നമ്മളിത് ആഗ്രഹിച്ചാൽ പിന്നെ ബാക്കി മുഴുവൻ ചെയ്യുന്നത് ദൈവമാണ്. നമ്മൾ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഇച്ഛ കൊടുക്കുക എന്നും ഇച്ഛ നിവർത്തിക്കുക എന്നും തിരുഹിതമുണ്ടായിട്ട് ദൈവമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഇച്ഛ കിട്ടാൻ ഈ ജഡവും ആത്മാവും കൂടെയുള്ള യുദ്ധത്തിൽ എല്ലാ ദിവസവും നമുക്കുള്ള യുദ്ധം ഈ ജഡത്തിനെ എങ്ങനെ എന്നിൽ തന്നെയാണ് യുദ്ധം എന്ന് ഓർക്കണം. എല്ലാവരും ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവർ കുറ്റം ചെയ്തിട്ടാണ്, ഭാര്യയുടെ വഴക്കുമ്പോണ്ട്, ഭർത്താവിൻ്റെ പ്രശ്നമാണ്, അമ്മായിയുടെയാണ്, അല്ലെങ്കിൽ അയൽവക്കക്കാരുടെ, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യുദ്ധം എന്നിലുള്ള ജഡവും എന്നിലുള്ള ആത്മാവും തമ്മിലാണ്. ഈ യുദ്ധത്തിൽ ജയിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആർമർ ഓഫ് ഗോഡ്, കർത്താവിൻ്റെ സർവായുധവർഗം ധരിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഇടണമെന്നുള്ള ബോധം പോലും വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഐ ആം ഗിവൺ യു എ ബ്രാൻഡ് ന്യൂ ലൈഫ്, എ ന്യൂ ക്യാരക്ടർ ആൻഡ് യു ആർ എ ന്യൂ ക്രിയേഷൻ. അപ്പം പഴയതെല്ലാം ഉടഞ്ഞു പോകണമെങ്കിൽ പഴയ സ്വഭാവം എന്നേക്കുമായിട്ട് ഉരിഞ്ഞു പോകണം. അത് ഈ പാമ്പിൻ്റെ പടം മാറിപ്പോകുന്നത് പോലെ തന്നെയാണ്. ഈ ജഡ ഉരിയാൻ വളരെ പാടാണ്. പക്ഷെ ആത്മാവ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്നിലുള്ള ജഡമാണ് ദിനം പ്രതി ഉരുകിപ്പോകുന്നത്, അല്ലെ അഴിഞ്ഞു പോകുന്നത്. ഒരു നല്ല വൃക്ഷമാണെങ്കിലും ഒരു നല്ല ചെടിയാണെങ്കിലും മുൻപോട്ട് ഇല വരുംതോറും അടിയിലുള്ള ഇലകൾ പഴുത്ത് വീഴുന്നത് അത് പിന്നെ അതിൻ്റെ വളമായി മാറും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വളർച്ച. നമ്മൾ ജീവിതത്തിൽ വളരണമെങ്കിൽ ഞാനെന്നുള്ള ഭാവത്തിൽ സ്വന്തം കഴിവിൽ, അതായത് നമ്മുടെ സെൻസസ് 5 സെൻസസ് ഉണ്ടല്ലോ, അതായത് കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ മൂക്ക്, നമ്മുടെ ടച്ച്, നമ്മുടെ ചിന്ത, ഇങ്ങനെയുള്ള ഈ സെൻസസുകൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം ലോകപ്രകാരമായ കാര്യങ്ങളാണ് എങ്കിൽ അത് പഠിച്ചത് കുറേ നാളുകൊണ്ടാണ്. അതിനെ അഴിച്ചു മാറ്റാൻ, പുതിയൊരു സൃഷ്ടിയാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് തന്നിരിക്കുന്ന ഒരു വചനമാണ് 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു, എപ്പം ഞാൻ വചനം എടുക്കുമ്പോഴും എന്നെ ആ ഒരു പോയിന്റ് ദൈവം നിർബന്ധിച്ച് പറയിപ്പിക്കുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയായി, പഴയതോ കഴിഞ്ഞു പോയിരിക്കുന്നു. പഴയത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനെ ഉടച്ചു മാറ്റാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ വളർന്നു വന്ന രീതി ജഡീക ശക്തിയിലാണ്. അപ്പം നമ്മൾ പഴയതിനെ ഉടച്ച് മാറ്റുക എന്ന് പറയുമ്പോൾ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒഴിക്കത്തില്ല. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചാലോ തുരുത്തി പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് ഓവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തമ്പുരാൻ ഇട്ട് തരണം. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള വലിയ
വലിയ ചിന്ത, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം റിഫ്ലക്റ്റ് ദ ഗ്ലോറി ഓഫ് ദ ലിവിങ് ഗോഡ്, കർത്താവിൻ്റെ മഹത്വത്തെ അല്ലെ ദൈവത്തെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അത് ദിനംപ്രതി ദൈവത്തോട് ഒട്ടിയിരുന്നെങ്കിൽ മാത്രമേ അത് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മുറിക്കകത്ത്, അറയ്ക്കകത്ത് നീ തന്നെ ദൈവത്തോടിരുന്ന് പല കാര്യങ്ങൾ സംസാരിക്കും. ദൈവത്തോട് ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ പലത് പറഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാക്കി കഴിയുമ്പോൾ നമ്മളും ദൈവവും ഇൻസെപ്പറബിൾ, അതായത് മാറ്റമില്ലാത്ത പോലെ ഒന്നാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന വചനത്തിൽ കൂടെയാണ്. ആ ഒരു വചനമാണ് 2 കൊരിന്ത്യർ 5:17. നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വചനം അയക്കുമ്പോൾ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഈ പുതിയ സൃഷ്ടിയാകണം എന്നുള്ള ആഗ്രഹം ഇട്ട് തരുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ദിവസം നമുക്ക് എടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം ഞങ്ങളെ അറിയുന്നോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒത്തിരി വചനം ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വചനം ഞങ്ങളെ അറിയണമെങ്കിൽ വചനവുമായിട്ട് ഒത്തിരി അടുപ്പമുണ്ടാകണം. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ദിനം പ്രതി ഉപയോഗിക്കുന്നതായിരിക്കണം. ഈ വചനം ഞങ്ങളെ ചവച്ച് അരച്ച് തിന്നിട്ട് അത് ഞങ്ങളുടെ ഒരു പാർട്ടായി മാറണം, ഞങ്ങളുടെ ജീവനായി അത് മാറണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വചനം ഞങ്ങളെ അറിയത്തുള്ളൂ. യഹോവ എൻ്റെ ഇടയനാകുന്നു. മറ്റുള്ളവരുടെ ഇടയനാകുന്നതുകൊണ്ട് നല്ലത് തന്നെ, പക്ഷേ എൻ്റെ ഇടയനാകണമെങ്കിൽ ഞാനും എൻ്റെ ഇടയനുമായിട്ടുള്ള ബന്ധം അതുപോലെ ഉറപ്പിക്കാൻ ഞാൻ ശ്രമിക്കണം. അത് സ്വയ കഴിവിൽ സാധിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ആ ഒരു വാഞ്ച അല്ലെങ്കിൽ ആഗ്രഹം ദൈവം ഇട്ട് തന്നിട്ട് ദിനംപ്രതി നിന്നോട് ചേർന്ന് നിന്ന് സ്വന്തമായി ചിന്തിക്കുന്ന വിചാരങ്ങളെ അഴിച്ചു പണിത് ക്രിസ്തുവിൻ്റെ വിചാരങ്ങളെ കൊണ്ട് നമ്മളെ തന്നെ പണിതെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദിവ്യ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ദിനംപ്രതി നിമിഷം തോറും നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രമാത്രം ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി നിന്നിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ എത്രമാത്രം നിനക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു, എത്ര മഹത്വം ഞങ്ങൾ നിനക്ക് തരുന്നു, അത്രമാത്രമേ നിനക്ക് ഞങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. നാഥ, കൃപ തോന്നി ഞങ്ങളുടെ അന്തരാത്മാവിനെ ഉണർത്തുന്നത് പോലെ ദൈവവചനം കടന്നു വന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റാൻ തക്കോണം, എ ന്യൂ ക്രിയേഷൻ ഇൻ യു. അങ്ങനെ ഇന്ന് ചെയ്തു തരുന്നതിന് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അതാ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.